വളരും, വളർന്ന് വലിയ ആളാവും. കൈകൾക്ക് നല്ല കരുത്തുണ്ടാകും. അന്ന് ആരെയും ഭയപ്പെടേണ്ടതില്ല. തലയുയർത്തി പിടിച്ചുകൊണ്ട് നിൽക്കാം. ആരെടാ എന്ന് ചോദിച്ചാൽ പരുങ്ങാതെ ഉറച്ച സ്വരത്തിൽ പറയാം, ഞാനാണ് കോന്തുണ്ണി നായരുടെ മകൻ അപ്പുണ്ണി. അന്നൊരിക്കൽ സെയ്താലിക്കുട്ടിയെ കണ്ടുമുട്ടാതിരിക്കില്ല. എന്നിട്ട് വേണം പകരം ചോദിക്കാൻ. സെയ്താലിക്കുട്ടിയുടെ കഴുത്ത് കൈകളിൽ കിടന്ന് പിടയുമ്പോൾ പറയും, നീയല്ലേ എൻ്റെ. അതോർക്കുമ്പോൾ അപ്പുണ്ണിയുടെ കണ്ണുകൾ നനയും. സെയ്താലിക്കുട്ടിയുമായി ഏറ്റുമുട്ടുന്ന ആ രംഗം പലപ്പോഴും കാണാറുള്ളതാണ്. ഉറക്കം വരാതെ കണ്ണടച്ച് കിടക്കുമ്പോഴും കുണ്ടുങ്ങൽക്കാരുടെ പടിക്കിലെ കുങ്കുമച്ചുവട്ടിൽ ഉച്ചത്തണലിൽ തനിയെ ഇരിക്കുമ്പോഴുമെല്ലാം. ആരാണ് സെയ്താലിക്കുട്ടി? അപ്പുണ്ണി കണ്ടിട്ടില്ല. കാണരുതെന്ന് അവൻ പ്രാർത്ഥിക്കാറുണ്ട്. കുറേ കൂടി കഴിഞ്ഞിട്ട് മതി, വളർന്ന് വലുതായ ശേഷം, അപ്പോൾ കണ്ടുപിടിച്ചു കൊള്ളാം. പക്ഷേ സന്ധ്യയ്ക്ക് അങ്ങാടിയിലേക്ക് പുറപ്പെടുമ്പോൾ അവൻ സെയ്താലിക്കുട്ടിയെപ്പറ്റി ഓർത്തിരുന്നില്ല. ആ മനുഷ്യനെ കാണുമെന്ന് കരുതിയിരുന്നതുമില്ല. സ്കൂൾ വിട്ട് വീട്ടിലെത്താൻ വൈകി. അമ്പലവട്ടത്ത് കൂട്ടുകാരുടെ കൂടെ നടന്നു. ഷാരത്തെ മേൽപ്പുറത്തെ പറങ്കിമാവിൻ തോട്ടത്തിൽ നിന്ന് മാങ്ങ എറിഞ്ഞു വീഴ്ത്തി. പറങ്ങോടൻ്റെയും അച്യുതക്കുറുപ്പിൻ്റെയും പറങ്കിമാവിൻ തോപ്പുകളിൽ നിന്നും മാങ്ങ പൊട്ടിക്കുന്ന കാര്യം നോക്കണ്ട. അവർ വല്ലാത്ത കൂട്ടരാണ്. കണ്ടുപിടിച്ചാൽ തന്തയ്ക്കും തള്ളയ്ക്കുമാണ് പറയുക. ഷാരടിയോട് ചോദിച്ചാൽ സമ്മതം തരും. വയസ്സിന് അണ്ടിയെല്ലാം കിട്ടണമെന്നേയുള്ളൂ. അയാൾക്ക് മക്കളില്ലാത്തത് കൊണ്ടാണത്രേ കുട്ടികളോട് ഇത്തിരി സ്നേഹം. അതും കഴിഞ്ഞ് കുന്നിൻപുറത്തെത്തിയപ്പോൾ നനഞ്ഞു നിൽക്കുന്ന പുൽക്കട്ടകൾ ചവിട്ടിയടർത്തി വഴുക്കുചാലുണ്ടാക്കി കളിച്ചു നിൽക്കുകയും ചെയ്തു. നേരം പോയതറിഞ്ഞില്ല. നേരെ സ്കൂൾ വിട്ട് വീട്ടിലെത്തുന്ന ദിവസങ്ങളിൽ അമ്മ ഇല്ലത്ത് നിന്നും തിരിച്ചെത്തിയിട്ടുണ്ടാവില്ല. അടുക്കളയിൽ ഉറിയിലാക്കി അടച്ചുവെച്ച കഞ്ഞിക്കിണ്ണമെടുത്ത് ഒറ്റ വീർപ്പിന് മോന്തി കുടിച്ച് കൊട്ടിലിലെ മുത്താച്ചിയുടെ അടുത്ത് പോയി 2 ന്യായം പറഞ്ഞിരിക്കുമ്പോഴേക്കും അമ്മ എത്തുകയായി. അന്നവൻ വന്നു കയറിയപ്പോൾ അമ്മ അത്താഴം കയറ്റിയ അടുപ്പിലേക്ക് ഉമിയെറിഞ്ഞ് കത്തിക്കുകയാണ്. എന്തേടാ ഇത്ര വൈകിയേ? ഒന്നുമില്ല അമ്മേ. എത്ര പറഞ്ഞതാ പുണ്ണിയെ സന്ധ്യാമ്പളയ്ക്ക് വീട്ടിലെത്തണമെന്ന്? അതിനവനൊന്നും പറഞ്ഞില്ല. അവനറിയാം, ഏറിയാൽ അമ്മ അത്രയേ ശകാരിക്കുകയുള്ളൂ. കഞ്ഞി നിന്നുകൊണ്ട് തന്നെ മോന്തി. അപ്പോഴാണ് അമ്മ പറയുന്നത്, എൻ്റെ മോൻ പോയിട്ടാ എസ്പിൻ്റെ വീടിയെന്ന് 2 അണയ്ക്ക് വെളിച്ചെണ്ണ വാങ്ങിക്കൊണ്ടെന്നാ. അവൻ പുറത്തേക്ക് നോക്കി. വെയിൽ തീരെ മാഞ്ഞു കഴിഞ്ഞു. ഇരുട്ട് വന്നു കയറിയിട്ടില്ല. മാനം കറുത്തു നിൽക്കുന്നു. ഇരുട്ടായാൽ ഇരുവശത്തും കൈതക്കാടുകൾ വളരുന്ന ആ ഇടവഴിയിലൂടെ പോകാൻ ഇത്തിരി ഭയമുണ്ട്. ആ വഴിയുടെ വക്കിലാണത്രേ മന്ത്രവാദി ഏരോമനെ ദഹിപ്പിച്ചത്. അല്പം മടി തോന്നി. ഇനി നാളെ മതിയമ്മേ. ഒരു തുള്ളി തൊട്ടു പെരട്ടാൻ കൂടിയില്ലടാ, ഒറ്റ ഓട്ടത്തിന് വാ. അവൻ വീണ്ടും സംശയിച്ചു നിന്നു. പേടിയുടെ കാര്യം പറഞ്ഞാൽ അമ്മ പോകേണ്ടെന്നു പറയും. പക്ഷേ അത് കുറവല്ലേ. അവൻ അത്ര ചെറിയ കുട്ടിയൊന്നുമല്ലല്ലോ. 8ലാണ് അവൻ പഠിക്കുന്നത്. ക്ലാസ്സിലെ മോണിറ്ററാക്കിയത് മാഷ് അവനെയാണ്. ചെല്ലപ്പുണ്ണിയെ വേഗം കൊണ്ടെന്നാൽ ഉള്ളി മൂപ്പിച്ച് ചോറ് തരുണ്ട്. പിന്നെ അവന് സംശയമുണ്ടായില്ല. കാശും കുപ്പിയും എടുത്തേരൂ. ഉള്ളി മൂപ്പിച്ച് ചോറ് എന്ന് വെച്ചാൽ ചെറിയൊരു കാര്യമല്ല. 2ഓ 3ഓ തവണയേ അതിൻ്റെ സ്വാദറിഞ്ഞിട്ടുള്ളൂ. ചീനച്ചട്ടിയിൽ ഉള്ളി അരിഞ്ഞിട്ട് വെളിച്ചെണ്ണയൊഴിച്ച് അടുപ്പത്ത് വയ്ക്കും. ഉള്ളി പുകയാൻ തുടങ്ങുമ്പോൾ അമ്മ ചട്ടുകം കൊണ്ട് ചോറ് കോരിയിടുന്നു. അത് കിണ്ണത്തിലാക്കി മുമ്പിലെത്തിയാൽ ഒരു മണം പൊങ്ങാനുണ്ട്. ഹായ്, ഓർക്കുമ്പോൾ ഒരു കുടം വെള്ളം മുറും വായിൽ. അണ ചുവന്ന ട്രൗസറിൻ്റെ പോക്കറ്റിലിട്ട് കുപ്പിയുമെടുത്ത് അവൻ പുറത്തേക്കൊരോട്ടം കൊടുത്തു. കൈതക്കാടുകൾക്ക് നടുക്കുള്ള ഇടവഴിയുടെ തുടക്കത്തിലെത്തിയപ്പോൾ ഒരു നിമിഷം ഒന്ന് സംശയിച്ചു നിന്നു. ഇല്ല, അത്രക്കിരുട്ടായിട്ടൊന്നുമില്ല. എങ്കിലും ഇടതൂർന്ന കൈതക്കൂട്ടമല്ലേ ഇരുപുറത്തും. കൈതക്കൂട്ടത്തിനിടയിലെ മാളങ്ങളിലാണത്രേ മൂർഖൻ പാമ്പുകൾ താമസിക്കുക. കൈതപ്പൂവിൻ്റെ മണം പാമ്പിന് ഇഷ്ടമാണത്രേ. നല്ല മണം, നല്ല പാട്ട്, ചന്തമുള്ള പെണ്ണുങ്ങൾ, ഇതൊക്കെയാണ് വല്ലാത്ത വിഷമുള്ള മൂർഖൻ പാമ്പിന് ഇഷ്ടം. വിഷമുള്ള പാമ്പുകൾക്ക് മാത്രമാണാവോ ഇത്? ഇടവഴിയിലെ ഓരോ കല്ലും പടവും കുഴിയും അവന് സുപരിചിതമാണ്. പതുക്കെ പോകുമ്പോഴല്ലേ പേടിക്കാനുള്ളൂ. കുതിച്ചൊരോട്ടം കൊടുത്തു. മറുതലയിൽ പാടത്തിൻ്റെ മുഖത്തെത്തിയപ്പോഴേ നിന്നുള്ളൂ.
ഒരു കണ്ടം കടന്നാൽ അങ്ങാടിയായി. പുഴവക്കത്ത് തന്നെയാണ് അങ്ങാടി. എല്ലാം വൈക്കോൽ മേഞ്ഞ പീടികകളാണ്. ഓടിട്ട പീടിക ഒന്നേയുള്ളൂ. അതിൽ കച്ചവടമില്ല. മുകളിൽ ആരോ താമസമാണ്. പീടികകളിൽ വിളക്ക് കത്താൻ തുടങ്ങിയിരിക്കുന്നു. മിക്കതും മുനിയുന്ന 14 നമ്പർ വിളക്കുകളാണ്. യൂസുഫിൻ്റെ പീടികയിൽ മാത്രമേ പെട്രോമാക്സ് വിളക്കുള്ളൂ. അതാണ് ഗ്രാമത്തിലെ വലിയ പീടിക. അവിടെ മാത്രമേ വിഷുവെടുത്താൽ പടക്കം വിൽപ്പനയ്ക്ക് വയ്ക്കാറുള്ളൂ. പുതുതായി പട്ടാമ്പിയിൽ നിന്ന് ഒരു തുന്നൽക്കാരൻ വന്നിട്ടുണ്ട്. കൂടല്ലൂരിലെ ആദ്യത്തെ തുന്നൽക്കാരനാണ്. അവൻ മെഷീൻ വെച്ച് തുന്നാനിരിക്കുന്നതും യൂസുഫിൻ്റെ പീടികയിലാണ്. യൂസുഫിൻ്റെ പീടികയിൽ പോകുന്നത് അപ്പുണ്ണിക്കിഷ്ടമാണ്. കൂട്ടത്തിൽ തുന്നുന്നതും കാണാമല്ലോ. സൂചി കടകടയെന്ന് ശബ്ദിച്ചുകൊണ്ട് ധൃതിയിൽ താണു പൊങ്ങുന്നതും വർണ്ണമുള്ള തുണികൾ ചുരുൾ ചുരുളായി വരുന്നതും കാണേണ്ട ഒരു കാഴ്ചയാണ്. കുറേ ദിവസമായി വിചാരിക്കുന്നു ഇനി കുപ്പായം റാവുത്തരുടെ കയ്യിൽ നിന്ന് വാങ്ങേണ്ടെന്ന് അമ്മയോട് പറയാൻ. അവൻ്റെ 3 കുപ്പായങ്ങളും റാവുത്തർ വിളിച്ചുകൊണ്ടു പോകുമ്പോൾ വാങ്ങിയതാണ്. 2 വലിപ്പം ജാസ്തിയാണ്. ഒന്ന് വല്ലാതെ കുടുക്കം. തുണി വാങ്ങി തുന്നൽക്കാരൻ്റെ കയ്യിൽ കൊടുക്കാം. എന്നാൽ പീടികയിലുള്ളവർ നോക്കി നിൽക്കെ അവൻ്റെ അളവെടുക്കും. ടേപ്പ് വച്ച് അളവെടുത്ത് തുന്നിയാൽ കൃത്യമായിരിക്കും. അത് വെട്ടുന്നതും തുന്നുന്നതുമൊക്കെ കുറച്ചൊരവകാശത്തോടെ തന്നെ നോക്കി നിൽക്കാമല്ലോ. അപ്പുണ്ണി യൂസുഫിൻ്റെ പീടികയിൽ ചെന്ന് കയറിയപ്പോൾ നല്ല തിരക്കായിരുന്നു. പണി കഴിഞ്ഞ് വല്ലി വാങ്ങി വരുന്ന ചെറുമികൾ സാമാനം വാങ്ങുന്ന സമയമാണ്. 2 കാലിന് കാസട്ട്, നായിപ്പ്, 1 കാലിന് വെറ്റിലയും പുകലയും കൂടി. എന്നെ ഒന്ന് വേഗം ഒഴിവാക്കിയും മൊയിലേറെ. യൂസുഫ് പെട്ടിയുടെ മുമ്പിലിരിക്കുകയേ ഉള്ളൂ. കൊറ്റനാടിനെ പോലെ ചങ്കിലേക്ക് വളഞ്ഞ വെള്ളത്താടിയുള്ള മുസല്യാരാണ് എടുത്തു കൊടുക്കുന്നത്. നല്ല തിരക്കു തന്നെ. ചെറുമികൾ ധൃതി കൂട്ടുന്നതിനിടയ്ക്ക് തമ്മിൽ ചാളയിലെ കാര്യങ്ങളും തമ്പുരാൻ പടിക്കലെ വിശേഷങ്ങളും പറയുന്നുണ്ട്. തലയിൽ 2 വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിൽ ഒരു തുള്ളി നിലത്തുപോയ കാരണം ഒരു ചെറുപ്പക്കാരി ചെറുമി മുസല്യാരെ കുറേ പ്രാഗി. തുന്നൽക്കാരൻ യന്ത്രം പീടികയ്ക്കകത്തേക്ക് കയറ്റിയിട്ട് പോയിരിക്കുന്നു. അപ്പുണ്ണി കോലായിൽ ഒതുങ്ങി നിന്നു. നേരം വൈകിയല്ലോ ഈശ്വരാ. കൈതക്കാടുകളിലാണ് മൂർഖൻ പാമ്പുകൾ സന്ധ്യയ്ക്ക് കുടിപാർക്കാൻ വരുന്നത്. വഴിവക്കത്ത് തന്നെയാണ് മന്ത്രവാദി ഏരോമനെ ദഹിപ്പിച്ചിരിക്കുന്നത്. 2 അണയ്ക്ക് വെളിച്ചെണ്ണ. ചെറുമികളുടെ തിരക്കിനിടയിൽ മുസ്ലിയാർ അത് കേട്ടില്ല. അവർക്കിടയിലൂടെ ഒന്ന് തിരക്കി കയറാൻ ഒരു ശ്രമം അവൻ നടത്തി നോക്കി. അയിത്തമാവുന്നതുകൊണ്ട് വിരോധമൊന്നുമില്ല. ചെന്നിട്ട് ഏതായാലും കുളിക്കുന്നതാണ്. അവരുടെ കറുത്ത ശരീരത്തിനടുത്തെത്തുമ്പോൾ വിയർപ്പും മെഴുക്കും ചളിയും ചേർന്ന മനം പുരട്ടുന്ന ഒരു മണം. അവൻ പിൻവാങ്ങി പെട്രോമാക്സിന് ചുറ്റും പൊടിപ്പാറ്റകൾ പാറുന്നത് നോക്കി തെല്ലിട നിന്നു. അപ്പോഴാണ് 2 പേർ കയറി വന്നത്. വെള്ള ഷർട്ടും നരയോടിയ കുറ്റിമീശയുമുള്ള ഒരു തടിച്ച കുറിയ മനുഷ്യൻ. മറ്റേത് തോണിക്കടവിനടുത്ത് കുറേ കാലം ചായക്കച്ചവടം ചെയ്ത് പൊളിഞ്ഞുപോയ പത്മനാഭൻ നായരാണ്. അപ്പുണ്ണിക്ക് അയാളെ അറിയാം. അയാളുടെ 2 മക്കൾ അവൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്. അപ്പുണ്ണി കുറെ കൂടി അരികിലേക്ക് മാറി നിരപ്പലക ചുവരിനോട് ചേർത്ത് അടുക്കി വെച്ചിട്ടുള്ളതിൽ ചാരി നിന്നു. പൊടി പൊടിക്കുന്നുണ്ടല്ലോ മൊയലാളി. തടിച്ച് ഉയരം കുറഞ്ഞ വെള്ള ഷർട്ടുകാരൻ വിളിച്ചു പറഞ്ഞു. ചെറുമികൾ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കി. മേശയ്ക്കടുത്തിരുന്ന് ചില്ലറ എണ്ണുന്ന യൂസുഫ് ആളെ കണ്ടില്ല. ആരാത്? തേക്കിലയിൽ കൊത്തമല്ലി പൊതിയുന്ന മുസ്ലിയാർ ചുവന്ന പല്ല് മുഴുവൻ കാട്ടി ചിരിച്ചു പറഞ്ഞു. ഇതാരാൻ്റെ റബ്ബേ, ജിനി മയ്യത്തായിട്ടില്ലേ പഹയാ? ഞമ്മള് റെഡ്യാ. ഇസ്രായേലിന് വേണ്ടാച്ചിട്ടാവും മൊയിലാരെ. യൂസുഫ് എഴുന്നേറ്റ് വെള്ള ഷർട്ടുകാരനെ നോക്കിയപ്പോൾ അയാളും പറഞ്ഞു. ഓൻ്റെ പടച്ചോനെ, ഇതാരാ? മുസ്ലിയാർ ചോദിച്ചു. ജെപ്പോഴേടോ വന്ന്? 5:30 വണ്ടിക്ക്. മുസ്ലിയാർ പൊതികെട്ടുന്നതിനിടയിൽ പറഞ്ഞു. പഹേനൊന്ന് നന്നായിക്കണു ഇല്ലേ പപ്പനാവൻ നായരെ? തിണ്ണയിൽ ബീഡി കത്തിച്ച് വലിച്ച് ചെറുമികളെ നോക്കിയിരിക്കുന്ന പത്മനാഭൻ നായർ പറഞ്ഞു. അന്യനാട്ടിലെ ചോറല്ലേ. തിരിഞ്ഞ് മുറ്റത്തേക്ക് തുപ്പാൻ ഭാവിക്കുമ്പോഴാണ് അയാൾ അപ്പുണ്ണിയെ കണ്ടത്. എന്താടോ? ഒന്നുമുണ്ടായിട്ടല്ല. അപ്പുണ്ണിക്ക് ഒരു വ്യസനം തോന്നി. കുറേ കഴിഞ്ഞാൽ കരഞ്ഞേക്കുമോ എന്നൊരു ഭയം. അവൻ മുഖത്ത് നോക്കാതെ പറഞ്ഞു. വെളിച്ചെണ്ണ വാങ്ങാനാ. ചെറുമികളുടെ ഇടയിൽ ഒരു പിറുപിറുപ്പുണ്ടായി. ഏതാ ഈ കുട്ടി? വെള്ള ഷർട്ടുകാരൻ പത്മനാഭൻ നായരോട് ചോദിച്ചു. നമ്മുടെ കോന്തുണ്ണിയാരുടെ മകൻ, വടക്കേപ്പാട്ടെ. അപ്പുണ്ണി മുഖമുയർത്തിയില്ല.
ചെറുമികൾ പെട്ടെന്ന് നിശബ്ദരായി. അപ്പുണ്ണിയുടെ അടുത്തായി നിന്നിരുന്ന രണ്ടുപേർ എന്തോ സ്വകാര്യം പറഞ്ഞു. മുന്നിൽ നിന്നിരുന്നവർ ഒന്ന് മാറി നിന്നു. ഇപ്പോൾ മുട്ടിയുരുമാതെ മുന്നിലെത്താം. മുസ്ലിയാർ കുപ്പി വാങ്ങി നാളം വെച്ച് ചെറിയ തവി ടിന്നിൽ മുക്കി 2 വട്ടം വീഴ്ത്തി. ഒരു തുള്ളി വേറെയും. കാശുകൊടുത്ത് കുപ്പി മൊളിയില്ല ചുരുട്ടിയടച്ച് പുറത്തു കടക്കാൻ ഭാവിക്കുമ്പോൾ ആ വെള്ള ഷർട്ടുകാരൻ ചോദിച്ചു, "തന്യ പോട്?" അവനോടാണെന്ന് ആദ്യം ഓർത്തില്ല. "പുറത്ത് ഇരുട്ടുണ്ടല്ലോ കുട്ടിയെ." അപ്പോൾ അവൻ ആരും കേൾക്കാത്ത വിധത്തിൽ എന്തോ പിറുപിറുത്തു. അധികാരിയുടെ പടിക്കൽ പണിയെടുക്കുന്ന തള്ളച്ചെറുമി കോച്ചി വിളിച്ചു പറഞ്ഞു, "നിക്കി ചെറിയമ്പ്ര, തന്നെ പോണ്ട, അടിയനുണ്ടാവയ്ക്ക്." കോച്ചി കൈതോല കൊണ്ടുണ്ടാക്കിയ കാശും മുറുക്കാനുമിടുന്ന വട്ടിയും പീടികയിൽ നിന്ന് വാങ്ങിയ സാധനങ്ങൾ മുഴുവനും വലിയ മടിയിൽ വെച്ച് പിന്നാലെ ഇറങ്ങി. അടുത്ത പീടികക്കാരൻ്റെ ഇരട്ട ചിമ്മിനിയിൽ നിന്ന് ഓലച്ചൂട്ട് കത്തിച്ചു പറഞ്ഞു, "നടന്നോളി ചെറിയമ്പ്ര." അപ്പുണ്ണിയുടെ ഭയം തീർന്നു. ഇടവഴി കടക്കുമ്പോൾ കൈതപ്പൂവിൻ്റെ നേർത്ത ഗന്ധം തങ്ങി നിൽക്കുന്നുണ്ടെന്ന് തോന്നി. എങ്കിലും കാൽക്കൽ വെളിച്ചമുണ്ട്. വഴിക്ക് അവൻ ചോദിച്ചു, "ആരാ കോച്ചിയത്?" "ഏത് ചെറിയമ്ര?" "ഇസുപ്പൻ്റെ പിടിയേല്." "അത് സെയ്താലിക്കുട്ടിയാപ്പിളല്ലേ?" "ഏത് സെയ്താലിക്കുട്ടിയാണ്?" "മുണ്ടാത്തായത്തെ. നാട്ടിന്ന് പോയിട്ട് മണി കാലായില്ലോ." "സെയ്താലിക്കുട്ടി?" അവൻ്റെ ശരീരത്തിലൂടെ ഒരു കോരിത്തെരിപ്പ് കടന്നുപോയതുപോലെ തോന്നി. തടിച്ചു കുറുകിയ പരുക്കൻ കൈകൾ, ശരീരം നിറയെ രോമം, ചോര നിറമുള്ള വട്ടക്കണ്ണുകൾ. അതാണ് സെയ്താലിക്കുട്ടി. അവനെയാണ് അമ്പലമുറ്റത്ത് കഥകളിയുണ്ടായപ്പോൾ പുലർച്ചയ്ക്ക് കണ്ണു തുറന്നപ്പോൾ കണ്ട കാഴ്ചയാണ് ആദ്യം ഓർമ്മ വന്നത്. ദുശാസനൻ്റെ നെഞ്ചത്തു കയറിയിരുന്ന് ഭീമൻ വയർ കീറിപ്പൊളിച്ച് കുടൽമാല പുറത്തെടുക്കുന്നു. അതുപോലെ സെയ്താലിക്കുട്ടിയുടെ നെഞ്ചിൽ. പക്ഷേ അവന് ശക്തി പോരാ, വലുതായിട്ടില്ല. അപ്പുണ്ണി കിതയ്ക്കുകയായിരുന്നു. എന്നാലും കല്ലുവെട്ടുകുഴിയുടെ പക്കിലൂടെയോ ആനപ്പാറയുടെ താഴെയുള്ള ഇടവഴിയിലൂടെയോ പോകുമ്പോൾ ഒന്നുന്തിയാൽ, ഒരു കല്ലെടുത്ത് തലക്കിട്ടാൽ, "ചെറിയമ്പ്രാൻ, നീ പൊക്കോളി." അപ്പോഴാണ് അവൻ കാണുന്നത്, പടിക്കലെത്തിയിരിക്കുന്നു. "അപ്പുണ്ണിയെ!" അമ്മയുടെ വിളി കേട്ടു. പടിക്കൽ തന്നെ വെമ്പലോടെ അമ്മ കാത്തു നിൽക്കുകയാണ്. അവൻ കിതച്ചുകൊണ്ട് പടികടന്ന് അമ്മയുടെ അടുത്തെത്തി. "എൻ്റെ കുരുകാരണവന്മാരെ, ഞാൻ ഉള്ളു കത്തി നിൽക്കുകയായിരുന്നു." അവനൊന്നും മിണ്ടിയില്ല. കല്ലുവെട്ട് കുഴിയിലേക്ക് നോക്കുമ്പോൾ ചതഞ്ഞ കുറ്റിത്തലയിൽ നിന്ന് ചോര ഒഴുകുകയാണ്. "എന്തേ അപ്പുണ്ണി എത്ര വൈകിയേ?" "അവിടെ വല്ലാത്ത തിരക്കായിരുന്നു." മുഷിഞ്ഞ തോർത്തു മാത്രം ചുറ്റി കിണറ്റിൻകരയിലേക്ക് കുളിക്കാൻ പോയി. അമ്മ തലയിൽ വെള്ളം കോരിയൊഴിച്ചു. ഇപ്പോഴും അമ്മയാണവനെ തേച്ചു കുളിപ്പിക്കുന്നത്. ആദ്യം അവൻ തല തോർത്തും. എങ്കിലും അവസാനം തലമുടി പിടിച്ചു നോക്കി വെള്ളം തോർന്നിട്ടില്ലെന്ന് പറഞ്ഞ് അമ്മ ഒന്നുകൂടി അമർത്തി തോർത്തും. ഉള്ളി മൂപ്പിച്ച ചോറിന് എന്തോ വേണ്ടത്ര രുചി തോന്നിയില്ല. ഉമ്മറവാതിലും അടുക്കളവാതിലും അടച്ച് പാത്രങ്ങൾ മൂറിക്കമഴ്ത്തിയ ശേഷം അകത്താകെയുള്ള മുറിയിൽ അമ്മ അവൻ്റെ കോസറി വിരിച്ചു. അടുത്തു തന്നെ അമ്മയുടെ പായും. വിളക്കണഞ്ഞ് ഇരുട്ടായപ്പോൾ അവന് അകാരണമായി ഭയം തോന്നി. കുറ്റിത്തലയും ചോര നിറമുള്ള 2 കണ്ണുകളും അവൻ ഇരുട്ടിൽ കാണുന്നു. "അമ്മ ഉറങ്ങിയോ?" "ഇല്ല, എന്തേ?" കണ്ണിറുക്കെ ചിമ്മി അവൻ വേഗം ഉറക്കം വരണേ എന്ന് പ്രാർത്ഥിച്ചു. "അമ്മേ." അവൻ്റെ പുറത്തുകൂടെ കൈയിട്ട് പിടിച്ച് പൂട്ടിക്കൊണ്ട് അമ്മ ചോദിച്ചു, "എന്തേടാ?" വീണ്ടും സംശയിച്ചു. "പറയണോ?" "പിന്നെ ഞാൻ സെയ്താലിക്കുട്ടീനെ കണ്ടു." "ഏത് സെയ്താലിക്കുട്ടിയെ എന്ന് അമ്മ ചോദിച്ചില്ല. അവനെ ഒന്നുകൂടി അടക്കിപ്പിടിച്ച് അവൻ്റെ പുറത്ത് മുഖമമർത്തിക്കൊണ്ട് അമ്മ പറഞ്ഞു, "എൻ്റെ മോൻ ഉറങ്ങിക്കോ." അമ്മ ആ ചരിത്രം മകനോട് പറഞ്ഞിട്ടില്ല. കുറേയൊക്കെ മനസ്സിലായത് കൊട്ടിലിലെ മുത്താച്ചിയിൽ നിന്ന് പലപ്പോഴായിട്ടാണ്. അവരുടെ വളപ്പിൽ തന്നെ തെക്കേ ഭാഗത്തായാണ് കൊട്ടിൽ. അതിലാണ് മുത്താച്ചി പാർക്കുന്നത്. ഒഴിവുള്ളപ്പോഴെല്ലാം അവൻ അവിടെ ചെന്നിരിക്കും. പക്ഷേ മുത്താച്ചി എല്ലായ്പ്പോഴും അവിടെ ഉണ്ടായെന്ന് വരില്ല. ചിലപ്പോൾ മഞ്ഞ നിറത്തിലുള്ള രോമസാൽവയും പുതച്ച് മുത്താച്ചി രാവിലെ വടി കുത്തി പുറത്തിറങ്ങും. ആ സാൽവ കൊളംബിൽ നിന്ന് കൊണ്ടുവന്നതാണത്രേ. പിന്നെ 2-3 ദിവസം കഴിഞ്ഞേ മടങ്ങൂ. പതിവായി ചില സ്ഥലങ്ങൾ സന്ദർശിക്കാറുണ്ട്. തേൻ്റെ ദില്ലത്തും മാങ്കോത്തില്ലത്തും പോവും. 2-3 തറവാടുകളിലും പോകാറുണ്ട്. അവിടെ നിന്നെല്ലാം അരിയും നാളികേരവും കിട്ടും. ചോദിക്കാതെ തന്നെ എല്ലാവരും കൊടുത്തുകൊള്ളണം. ഇടയ്ക്കിടെ സമാധാനിക്കാൻ മുത്താച്ചി പറയും, "ഞാനേ
ഇരക്കാൻ നടക്കുമെന്നല്ല. കൊട്ടിലിലെ മുത്താച്ചിയെ അറിയാത്തവർ കൂടല്ലൂരില്ല. ചെറുപ്പത്തിൽ 3 ഭർത്താക്കന്മാരുണ്ടായി. പ്രസവിച്ചില്ല. ആദ്യത്തെ ഭർത്താവ് മുത്താച്ചിയെ ഉപേക്ഷിച്ചു. രണ്ടാമത്തെയും മൂന്നാമത്തെയും ഭർത്താക്കന്മാരെ മുത്താച്ചിയും ഉപേക്ഷിച്ചു. 70 കഴിഞ്ഞ മുത്താച്ചി ചെറിയ കുട്ടികളുടെ കൂടെ ഇപ്പോഴും തിരുപ്പറക്കും, കൈകൊട്ടിക്കളിക്കും. ഭേദപ്പെട്ട വീടുകളിൽ പോയാൽ 1-2 ദിവസം താമസിക്കും. പോരുമ്പോൾ പെണ്ണുങ്ങൾ അരി കൊടുക്കണം, ചെറുപ്പക്കാർ അണ കൊടുക്കണം. അരിയോ കാശോ കിട്ടിയാൽ ആ വീട്ടുകാരുടെ നല്ല മനസ്സും സ്ഥിതിയുമൊക്കെ നാട്ടിൽ മുഴുവൻ നടന്നു പറയും. മുത്താച്ചിയുടെ ആയ കാലത്ത് പ്രസവവും രോഗവും ഉള്ള വീടുകളിലെല്ലാം എത്തും. നാട്ടിൽ കാണുന്ന പലരെയും പിറപ്പിച്ചെടുത്തത് മുത്താച്ചിയാണ്. പലരെയും മരിപ്പിച്ചിട്ടുമുണ്ട്. മുത്താച്ചിയെ കാലൻ വിളിക്കുന്ന കാര്യം പറഞ്ഞാൽ അവർക്ക് രസിക്കില്ല. മുത്താച്ചിയെ തെക്കേ കണ്ടത്തിലേക്കെടുക്കാൻ തിരക്കായി ഇല്ലേടാ മക്കളെ എന്നാണ് ചോദ്യം. എന്നിട്ട് സ്വയം സമാധാനിക്കും, എൻ്റെ ചീട്ട് അങ്ങനൊന്നും ചീന്തില്ല. ഒരു യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തിയാൽ 5-6 ദിവസം കൊട്ടിലിൽ തന്നെ ഉണ്ടാവും. അപ്പോഴാണ് അപ്പുണ്ണിക്ക് രസം. കൊട്ടിലിലെ കയറ്റുകട്ടിലിൽ ചെന്ന് ഇരുന്നാൽ മതി. യാത്രക്കിടയിൽ കിട്ടിയ ഒളോർമാങ്ങ, തേന്തേ തില്ലത്തുനിന്ന് കിട്ടിയ ചക്കപ്പപ്പടം, അങ്ങനെ വല്ലതുമൊക്കെ നല്ലതുണ്ടെങ്കിൽ അപ്പുണ്ണിക്കാണ്. കേൾക്കാൻ 2 വയസ്സായ ഒരു കുട്ടിയെ കിട്ടിയാൽ മതി. മുത്താച്ചിക്ക് പറയാൻ ഒരു പിടി കാര്യങ്ങളുണ്ട്. അച്ഛനെപ്പറ്റി കുറേയെല്ലാം അവൻ അറിയുന്നത് മുത്താച്ചിയിൽ നിന്നാണ്. കോന്തുണ്ണി മരിക്കുമ്പോൾ അപ്പൂ നീ ഇത്രേ ഉള്ളൂ. എല്ലാ ആൺകുട്ടികളെയും മുത്താച്ചി അപ്പു എന്നാണ് വിളിക്കുക, എല്ലാ പെൺകുട്ടികളെയും അമ്മു എന്നും. അച്ഛൻ മരിക്കുന്ന കാലത്ത് അവൻ മുത്താച്ചിയുടെ ചൂണ്ടുവിരലിൻ്റെ പകുതിയേ ഉള്ളൂ. അപ്പുണ്ണിക്ക് തമാശ തോന്നി. അതൊരു സാധാരണ മരണമായിരുന്നില്ല, ആരോ വിഷം കൊടുത്ത് കൊന്നതാണ്. ഓനെപ്പോലെ സ്നേഹമുള്ള ഒരു ആൺകുട്ടി ഈ ദേശത്തുണ്ടായിട്ടില്ല. ആന പിടിച്ചാൽ എത്താത്ത തടി. എപ്പോൾ കണ്ടാലും മുത്താച്ചിക്ക് മുറുക്കാൻ വാങ്ങാൻ എന്തെങ്കിലും തരും. എന്നിട്ട് മുത്താച്ചി നിർത്തി അവൻ്റെ ശിരസ് തടവിക്കൊണ്ട് പറയും, ഓളക്കതിന് ദൈവം കൊടുത്തു വെച്ചില്ല. അച്ഛനെപ്പറ്റി വളരെ അവ്യക്തമായേ അപ്പുണ്ണിക്ക് ഓർമ്മയുള്ളൂ. എങ്കിലും അവനെ കാണുന്നവരെല്ലാം അച്ഛനെപ്പറ്റിയാണ് പറയാറ്. നാട്ടിലുള്ളവർക്കെല്ലാം അച്ഛൻ വളരെ പ്രിയപ്പെട്ട ആളായിരുന്നു. എന്തിനും കോന്തുണ്ണി നായർ വേണം. കല്യാണത്തിനും 16 അടിയന്തരത്തിനും പുരകെട്ടിനും എല്ലാം ശ്രമിക്കാൻ അച്ഛനുണ്ടാകും. പക്ഷേ അച്ഛൻ്റെ വീട്ടുകാർക്ക് ചെറുപ്പത്തിൽ തന്നെ അച്ഛനെ കണ്ടുകൂടായിരുന്നു. അവൻ പകിടേം തിരുമ്പി നടക്കട്ടെ, തോന്നിയാസി എന്നായിരുന്നു അത്രേ അച്ഛൻ്റെ അമ്മ പറഞ്ഞിരുന്നത്. അച്ഛൻ ഒറ്റ മകനായിരുന്നു. അച്ഛൻ്റെ അമ്മ മരിച്ചപ്പോൾ ഒറ്റ തടിയായിരുന്നു. കോന്തുണ്ണി നായർ പേരുകേട്ട പകിട കളിക്കാരനായിരുന്നു. ഓണത്തിനും വിഷുവിനും തിരുവാതിരയ്ക്കും ഇപ്പോഴും ആൾത്തറയിൽ പകിടകളി ഉണ്ടാകും. കൂടല്ലൂർ ദേശക്കാരും പെരുമ്പലം ദേശക്കാരും തമ്മിലാണ് മത്സരം. വലിയ വലിയ പകിടകളിക്കാരെല്ലാം പോയി. ഇപ്പോൾ ചില ചെറുപ്പക്കാരേ ഉള്ളൂ. കളിയിൽ പണ്ടത്തെ അത്ര വാശിയില്ല എന്നാണ് പഴയ ആളുകൾ പറയുന്നത്. കരുതിരുമുന്ന ശബ്ദം കേൾക്കുമ്പോൾ, ആർപ്പുവിളി മുഴങ്ങുമ്പോൾ അച്ഛനെയാണ് ഓർമ്മ വരിക. വേദനയെക്കാളുമേറെ അഭിമാനമാണ് തോന്നുക. പറഞ്ഞു പകിടയെറിഞ്ഞ് എണ്ണം വീഴ്ത്താൻ ആ നാട്ടിൽ ഒരു കളിക്കാരനേ ഉണ്ടായിട്ടുള്ളൂ. അതവൻ്റെ അച്ഛനാണ്. എൻ്റെ കൂട്ടരെ, ഞാൻ എൻ്റെ കണ്ണോണ്ട് കണ്ടതാണ്. പെരുമ്പലത്തുകാരായുള്ള അവസാനത്തെ വരകളിയാണ്. അപ്പുറത്ത് മാരാരാ കളിക്കണ്. അവരുടെ നേര് കൊമ്പ് കെട്ടി 3-ാം കായ വീഴാൻ പോണ നേരം തോറ്റാൽ മാനം പോയി. ഇരുന്നിട്ട് ഫലമില്ല. കളിച്ചോര് മടുത്തു പോരുക. അപ്പുറം മണ്ണാൻ ചോപ്പനെ കൊണ്ട് മന്ത്രവാദം ചെയ്യിച്ചിട്ടുണ്ട്. പിന്നെയല്ലേ നമ്മൾ അറിഞ്ഞത്. 32 എണ്ണം കളിക്കണം, നേര് കൊമ്പ് കെട്ടാൻ. അച്ചുമാൻ പകടെടുത്ത് മാനം നോക്കി നിൽക്കുക. ചതിച്ചല്ലോ തമ്പുരാനേ. കള്ളി പറഞ്ഞാൽ അച്ചുമാനും ധൈര്യമില്ല. ആ കയ്യിൽ കെട്ടിയില്ലെങ്കിൽ തോറ്റ തന്നെ. എന്നെ നോക്കി മൂപ്പര് പതുക്കനെ ചോദിച്ചു, എന്താടാ കുട്ടാ, ദേശത്തിൻ്റെ മാനാ പോണ്. അച്ചുമാൻ എന്നാലും ഉശിരാ വിടില്ല. ഏതായിരുന്നു പുള്ളി? തിരിഞ്ഞിട്ട് ചോദിക്കുകയാണ് ഉറക്കെ, കുട്ടികൾ ആരെങ്കിലും ഉണ്ടോ? അപ്പോഴാണ് കരു ഇങ്ങോട്ട് തന്നാട്ടെ കാരണവരെ. നോക്കുമ്പോൾ കോന്തുണ്ണിയാർ. തെറ്റിക്കാൻ മാരാരും കൂട്ടരും മണ്ണിക്കിടന്ന നാട്ടിലുള്ള ദൈവങ്ങളൊക്കെ വിളിച്ച് അലറുക. ആർപ്പ് കൂരോഴിയിൽ നിന്നാ കേൾക്കാം. ആ ഉരുമ്പെട്ടോളെ ഞാൻ എന്തിനാ സേവിക്കണ്? കോന്തുണ്ണിയാർ നെഞ്ചത്തടിച്ച് 4 ചീത്ത. ആരെ? ഭഗവതീനെ. പറയുമ്പോൻ്റെ മേനി കോരിത്തരിക്കുകയാണ്. കണ്ണടച്ചു നിന്ന് ഒരു നാഴിക ജപിച്ചു കൊണ്ടുവന്നൊരേറ്.
പളുങ്കു പളുങ്കു പോലെ ഒരു 12. കണ്ണൊക്കെ അങ്ങോട്ട് ചൂന്നിരിക്കുന്നു. കണ്ടാ വിറയ്ക്കും. രണ്ടാമതും കൊണ്ടെന്നെറിഞ്ഞു. 12 തന്നെ. പിന്നെ കളിച്ചു. 2, 3, 6. കെട്ടിക്കോളിൻ കൊമ്പെന്നും പറഞ്ഞ് ഒരേറും കൊടുത്ത് മൂപ്പരങ്ങോട്ട് നടന്നു. മൂപ്പര് കളത്തിലെ പടിക്കലെത്തിയപ്പോഴാ ഇവിടെ കരുനിന്നത്. നോക്കുമ്പോൾ പകിട. അങ്ങനത്തെ ഒരു ആൺകുട്ടി ഇനി ഉണ്ടാവില്ല. കൂടല്ലൂരെ ഇപ്പോഴത്തെ മുന്തിയ കളിക്കാരനായ കുട്ടൻ നായർ പറയുകയാണ്. ആ കളിക്കാരൻ 21-ാം വയസ്സിലാണത്രേ കുറ്റിപ്പുറത്തും വളാഞ്ചേരിയിലും ഒക്കെ സഞ്ചരിച്ച് അവിടുത്തെ പ്രഗത്ഭരായ കളിക്കാരെ കൊമ്പുകുത്തിച്ചത്. തോൽവി അറിയാതെ നിന്നിരുന്ന ഒരു തെക്കൻ മണ്ണാനുണ്ടായിരുന്നു. അയാളുടെ മണ്ഡകത്തിൻ്റെ മുമ്പിൽ വെച്ചേ കളിക്കൂ. വരുന്നോരു തോറ്റു. അവിടേക്ക് അച്ഛൻ ഓണം അവിട്ടത്തിനെന്ന് പുറപ്പെട്ടപ്പോൾ കൂടെ അപ്പുപണിക്കരുണ്ടായിരുന്നു. അപ്പുപണിക്കർ ഇപ്പോഴും അത് പറയാത്ത ദിവസമില്ല. കാലത്ത് കളി തുടങ്ങിയിട്ട് 3-ാം ദിവസമാണ് അച്ഛൻ കൊമ്പുകെട്ടിയത്. മണ്ണാൻ പഠിച്ച പണിയൊക്കെ നോക്കി. ചൂതു വീണ് കഴിഞ്ഞത് 4-ാം ദിവസം സന്ധ്യയ്ക്കാണ്. പൂഴി വാരിയിട്ടാൽ ഉതിരാത്തത്ര ആളുകൾ കളി കാണാൻ കൂടിയിരുന്നു. കൊമ്പത്തുനിന്ന് അച്ഛൻ എഴുന്നേറ്റപ്പോൾ തൊഴുതുകൊണ്ടു പറഞ്ഞു, ഇവിടുത്തോട് അടിയൻ ഇനി കളിക്കില്ല. ഇതടിയൻ്റെ സന്തോഷത്തിനാ. 4 റാത്തലുള്ള വെള്ളോടിൽ വാർത്ത പകിടക്കരു അന്ന് മണ്ണാൻ സമ്മാനിച്ചതാണ്. ആ കരു എറിഞ്ഞാൽ ഇപ്പോഴത്തെ ചെറുപ്പക്കാരുടെ നെഞ്ചു കലങ്ങും. അതുകൊണ്ട് കളിച്ചാണ് കാനോത്തു പണിക്കന്മാരെ തോൽപ്പിച്ചത്. അങ്ങനെ എന്തെല്ലാം പറയുവാനുണ്ട്. അതെല്ലാം അവൻ്റെ അച്ഛനെ പറ്റിയാണ്. നാട്ടിലെ ചെറുപ്പക്കാർ പലരും അച്ഛൻ്റെ പിന്നാലെയാണ് നടന്നിരുന്നത്. എല്ലാവർക്കും വേണ്ടപ്പെട്ട ആളായിരുന്നു. കല്യാണത്തിന് ശേഷമാണ് കൂട്ടുകാർ പലരും അച്ഛനെ കൈയൊഴിച്ചത്. കാരണം അച്ഛൻ അമ്മയുടെ തറവാടിനെ അപമാനിച്ചതാണത്രേ. വടക്കേപ്പാട്ടെ തറവാടിനെ അപമാനിച്ചതിൽ പലർക്കും അച്ഛനോട് വെറുപ്പ് തോന്നിയത്രേ. അച്ഛന് തറവാടിത്തം കുറയും. പണ്ട് 3, 4 തലമുറകൾക്ക് മുൻപ് അച്ഛൻ്റെ വീട്ടിലൊരു പെണ്ണു പിഴച്ചു പോയിട്ടുള്ളതാണ് കാരണം. പോരാത്തതിന് അച്ഛൻ എല്ലാ ജാതിക്കാരുടെയും കൂടെ നടക്കും. മാപ്പിളയുടെ പീടികയിൽ നിന്ന് ചായ കുടിക്കും. ചായ കുടിക്കുന്നത് തന്നെ അന്നൊക്കെ തെറ്റാണ്. മാപ്പിളയുടെ ചായ ഹിന്ദുക്കൾ കുടിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ വലിയ തെറ്റായി. പകിട കളിക്കുന്നതും വടക്കേപ്പാട്ടെ കാരണവരുടെ കണ്ണിൽ തെറ്റായിരുന്നു. പിന്നെ പകിട കളിക്കാൻ പോകുമ്പോഴൊക്കെ അച്ഛൻ കള്ളു കുടിച്ചിരുന്നു അത്രേ. അങ്ങനത്തെ ആൾക്ക് വടക്കേപ്പാട്ടിലെ തറവാട്ടിലെ പെണ്ണിനെ നേരാം വഴിക്ക് കല്യാണം കഴിച്ചു കൊടുക്കില്ല. അമ്മയുടെ മരിച്ചുപോയ ഒരാങ്ങളയുണ്ടായിരുന്നു. അയാളെ അപ്പുണ്ണി വിളിക്കേണ്ടത് മാധവമാമ എന്നാണ്. മാധവമാമയും കോന്തുണ്ണി നായരും ചങ്ങാതിമാരായിരുന്നു. വലിയമാമ വീട്ടിലില്ലാത്ത ദിവസം പത്തായപ്പുരയിൽ അന്നൊക്കെ ആളുകൾ പെരുമാറുക പതിവില്ല. സന്ധ്യയ്ക്ക് പത്തായപ്പുരയുടെ മുകളിൽ മാധവമാമയും അച്ഛനും സംസാരിച്ചിരുന്നു. നേരം വൈകിയതറിഞ്ഞില്ല. ഉമ്മറത്തുനിന്ന് വലിയമാമയുടെ ശബ്ദം കേട്ടപ്പോഴാണ് ഞെട്ടിയത്. ആരടാ മാധവ അത്? അപ്പോൾ അച്ഛനാണ് മറുപടി പറഞ്ഞത്. ഇത് താഴത്തേലെ കോന്തുണ്ണിയാണ്. അന്തി കഴിഞ്ഞ നേരത്ത് അന്യപുരുഷന്മാർക്ക് ഇവിടെ എന്താ കാര്യം? അച്ഛൻ വിനയത്തോടെ പറഞ്ഞു. ഞാൻ വടക്കേക്കെട്ടിലായിരുന്നില്ല. ഇവിടുത്തെ ഒരാണിനോട് സംസാരിക്കുകയായിരുന്നു. വല്യമാമ ചുരമാന്തിക്കൊണ്ട് നടന്നു. ഉമ്മറത്ത് നിന്ന് സംസാരിക്കുക, കാര്യം കഴിഞ്ഞാൽ പോവുക. അല്ലാണ്ട് വടക്കേപ്പാട്ടെ പത്തായപ്പെരയിൽ കയറിയിരിക്കാൻ താഴത്തേലെ ആണുങ്ങൾക്കായിട്ടില്ല. അച്ഛൻ കോപമടക്കിക്കൊണ്ട് പറഞ്ഞു. ഞാൻ രഹസ്യം പിടിക്കാൻ വന്നതല്ല. ഇവിടുന്ന് പെണ്ണ് വേണമെങ്കിൽ കോന്തുണ്ണിക്ക് എടുക്കാനും അറിയും. ഭാ! വലിയമ്മാമ മുഖത്താട്ടി. അച്ഛൻ കാർക്കിച്ചു തുപ്പി പറഞ്ഞുവത്രേ. ഒരു തറവാട്ടുകാര്. മുത്താച്ചിയാണ് അത് വിവരിച്ചത്. തെക്കിനിയിലെ ചാരുപടിക്ക് മുകളിലെ അഴിക്കൂടിനപ്പുറം ഒരാൾ അത് നോക്കി നിന്നിരുന്നു. അമ്മ. അന്ന് അമ്മ പ്രായം തികഞ്ഞ പെൺകിടാവാണ്. വടക്കേപ്പാട്ടെ കാരണവരുടെ ഇളയ മരുമകളായിരുന്നു അമ്മ. പുടമുറി പൊടിപാറി കഴിക്കാൻ നിശ്ചയിച്ചിരുന്നു. 12 നാഴിക ദൂരെ കാടും കുളങ്ങളുമുള്ള വലിയൊരു തറവാട്ടിൽ നിന്നായിരുന്നു സംബന്ധക്കാരൻ. മുറ്റം നിറച്ചു പന്തലിട്ടിരുന്നു. പൂമാൻതോട് മുതൽ കൈതക്കാട് വരെയുള്ള നായർ വീടുകളിൽ അടച്ച് ക്ഷണമുണ്ടായിരുന്നു. ദഹനത്തിന് കുടിക്കുന്നത് നിന്നാണ് കുട്ടിപ്പട്ടന്മാരെ വരുത്തിയത്. പക്ഷേ ആ പുടമുറി നടന്നില്ല. കല്യാണക്കാർ പടിക്കലെത്തിയപ്പോഴാണ് അകത്തുള്ളവർ കാര്യം മനസ്സിലാക്കിയത്. പെണ്ണില്ല. അതെന്തേ മുത്താജി? അത്ഭുതം പിടഞ്ഞു കുറുകുന്ന നെഞ്ചോടെ അവൻ ചോദിച്ചു. കോന്തുണ്ണി പാറുകുട്ടീനെ കട്ടോണ്ടുപോയി. അതന്നെ.
രാവണൻ പുഷ്പക വിമാനത്തിൽ കയറ്റി സീതയെ കട്ടുകൊണ്ടുപോയ കഥ കേട്ടിട്ടുണ്ട്. രാവണൻ ദുഷ്ടനായിരുന്നു. കാരണം ശ്രീരാമൻ്റെ ഭാര്യയെ കട്ടുകൊണ്ടുപോയത് ദുഷ്ടത തന്നെയാണ്. അർജുനൻ സുഭദ്രയെ കട്ടുകൊണ്ടുപോയ കഥയും ഓർത്തു. അർജുനൻ മഹാവീരനായിരുന്നു. ബില്ലെടുത്തവരിൽ അർജുനനെ ജയിക്കാൻ കഴിയുന്നവർ ഉണ്ടായിരുന്നില്ലത്രേ. മലയാളം പാഠപുസ്തകത്തിൽ ആ കഥയുണ്ടായിരുന്നു. സന്യാസിയായി ശ്രീകൃഷ്ണൻ്റെ വീട്ടിൽ ചെന്നുകൂടി സുഭദ്രയെയും കൊണ്ട് ഒറ്റ നടത്തം. മിടുക്കൻ. എതിർത്തു വന്ന് യാദവന്മാർക്ക് തൊടാൻ കിട്ടിയില്ല. സുഭദ്രയെ തേരിൽ കയറ്റി കൊണ്ടുപോയ ഭാഗം വായിക്കുമ്പോൾ കൂനൻ ചാത്തുനായരുടെ വിവരണമാണ് ഉടനെ ഓർമ്മ വരിക. അത് വിവരിക്കാനുള്ള അധികാരം അയാൾക്കു മാത്രമാണുള്ളത്. ഞാൻ കണ്ടതാ എൻ്റെ കൂട്ടരെ, അങ്ങനൊരു ആൺകുട്ടി ഇനി പിറക്കില്ല. അയാൾ വിവരിക്കും. കരിങ്കുറയിൽ അന്ന് മുലയ്ക്ക് വെള്ളം, തുരുതുരുന്നനെ അട്ട. അവിടെ എത്തിയപ്പോൾ ദാ ഈർക്കലക്കൊടി എടുക്കണ പോലെ ഇങ്ങനെ കൈത്തണ്ടയിലെടുത്ത് പൊന്തിച്ച് ഒരു നടത്തം. റാന്തൽ കാണിച്ച് പിന്നാലെ നടക്കുന്ന കൂനൻ ചാത്തുനായർ ചോദിച്ചു, അവരെ പിന്നെന്ന് വന്നാലോ? അപ്പോൾ തിരിഞ്ഞു നിന്ന് ഒന്ന് നോക്കി, എന്നിട്ടു പറഞ്ഞു, ചാത്തുവോ, ഞാനൊരാണാ, ജനിച്ച ഒരിക്കലേ മരണുള്ളൂ. മുത്താച്ചി കഥ പറഞ്ഞിരിക്കുമ്പോൾ ചിലപ്പോൾ തച്ചോളി ചന്തുവിനെയും കോമപ്പനെയും ഓർമ്മ വരും. കുട്ടിക്കാലത്ത് കേട്ടിട്ടുള്ള കഥകൾ, അംഗം വെട്ടി ജയിച്ച കഥകൾ. പക്ഷേ ഓൾക്ക് ദൈവം കൊടുത്തു വെച്ചില്ല. കൊത്തലങ്ങാട്ടേതിൽക്കാരുടെ കയ്യാലയിലാണ് ഒരു ദിവസം താമസിച്ചത്. അതിലിടയ്ക്ക് പാടത്തിൻ്റെ കരയിൽ ഇല്ലത്തുകാരുടെ കുറച്ച് സ്ഥലം ചാർത്തി വാങ്ങി. ഒഴിഞ്ഞ പറമ്പായിരുന്നു. അതിലച്ഛൻ ഒരു വീടുണ്ടാക്കി. 2-3 കൊല്ലം കൊണ്ട് ഓനാ സ്ഥലം പൂങ്കാവാക്കി. അമ്മയുടെ വീട്ടുകാർ പുലകുളിച്ചു. തറവാടിൻ്റെ മാനം കെടുത്തിയ ആ സംഭവത്തെ മറക്കാൻ ശ്രമിച്ചു. പെണ്ണിനെ തട്ടിക്കൊണ്ടുപോയ കോന്തുണ്ണി നായരെപ്പറ്റി നാട്ടിലെല്ലായിടത്തും സംസാരമായിരുന്നു കുറേ കാലം. അപ്പുണ്ണിക്ക് 3 വയസ്സേ ആയിട്ടുള്ളൂ അന്ന്. പുഴവക്കത്തെ കാലായകൾ മുഴുവൻ അച്ഛൻ പാട്ടത്തിനെടുത്തു. സീതാലിക്കുട്ടിയും അച്ഛനും പങ്കുചേർന്ന് കൊള്ളികുത്തി. മുത്താച്ചി പറഞ്ഞത്, കൊള്ളി കുത്തിച്ചാലോ, നമ്പ്രത്തെ പള്ളിയാല മുതൽക്ക് വടക്കേ പുഴക്കര വരെ 1000 ഉറുപ്പിക ഏത് കണ്ണുപൊട്ടനും കൊടുക്കും. അത്ര മുന്തിയതായിരുന്നു കൊള്ളി. പള്ളിപ്പുറത്തുകാരായ കച്ചവടക്കാർ വന്ന് ഒട്ടാകെ കൊള്ളി കച്ചവടമാക്കി. അച്ചാരവും കൊടുത്തു. അന്ന് രാത്രി സീതാലിക്കുട്ടി അച്ഛനെ വിരുന്നിന് ക്ഷണിച്ചു. അപ്പോൾ അപ്പുണ്ണി ഒരു സംശയം ചോദിച്ചു, മാപ്പിളാരുടെ ചോറ് നമ്മൾ ഉണ്ണോ മുത്തശ്ശി? നിന്റെ അച്ഛനല്ലേ ആള്? രാത്രി 2 പേരും ഇറച്ചിയും പത്തിരിയും കഴിച്ചു. ഇറച്ചിക്ക് ദുസ്വാദുണ്ടായിരുന്നു. മുത്യാടിൻ്റെ ഇറച്ചിയായിട്ടാ എന്ന് സൈതാലിക്കുട്ടി പറയുകയും ചെയ്തു. മുത്തളിങ്കുന്നത്തെ പള്ളിക്കപ്പുറമാണ് സൈതാലിക്കുട്ടിയുടെ വീട്. വിരുന്ന് കഴിഞ്ഞിറങ്ങി. കല്ലത്താണിക്കടുത്തെത്തിയപ്പോൾ വയറ്റിനൊരു കൊളുത്തൽ. 2 അടി നടന്നപ്പോൾ ഛർദിച്ചു. തളർന്ന് വയറും പിടിച്ച് വീണ്ടും 2 അടി നടന്നപ്പോൾ കുഴഞ്ഞു വീണുപോയി. അപ്പുണ്ണിയുടെ കണ്ണുകൾ മങ്ങുകയായിരുന്നു. അപ്പോഴാണ് വലിയ വളപ്പിലെ ചന്തു വന്നത്. കുമ്പിടിച്ചന്തയിൽ കായ്ക്കറി വിറ്റുവരുന്ന വരവാണ്. ആരാത്? ഞാനാ ചന്തുവോ? അയ്യോ, എൻ്റെ കമ്മയ്ക്ക് എന്തേ പറ്റിയത്? സീതാലിക്കുട്ടി എന്നെ ചതിച്ചു ചന്തുവോ? അപ്പുണ്ണിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ചന്തു താങ്ങിയെടുത്തു. വീട്ടിലെത്തിച്ചപ്പോൾ അമ്മ വിളക്കും കത്തിച്ചു വെച്ച് കാത്തിരിക്കുകയായിരുന്നു. അവൻ ഉറങ്ങിക്കഴിഞ്ഞിരുന്നു. പാറുക്കുട്ടിയെന്നൊന്ന് വിളിച്ചു വീണതാ. ആളും മാളും കൂടിയാപ്പിളയ്ക്ക്. എന്തിനാ എൻ്റെ കുട്ടിയെ അതൊക്കെ പറയണ്? മണ്ടയിലെ വര നന്നായില്ല, മണ്ടയിലെ വര നന്നായില്ല. അപ്പുണ്ണി ഏങ്ങി ഏങ്ങി കരഞ്ഞു. നാട്ടിൽ പൊതുവെ സ്വകാര്യമായി ആളുകൾ ആ മരണത്തെപ്പറ്റി സംസാരിച്ചു. പോലീസുകാർ വരുമെന്നും ശവം പുറത്തെടുത്ത് കീറിമുറിച്ച് പരിശോധിക്കുമെന്നും പറഞ്ഞു കേട്ടു. എന്തോ അതൊന്നും ഉണ്ടായില്ല. അത്തുണ്ണി മൊയലാളി കാശൊക്കെ കൊടുത്ത് കേസില്ലാണ്ട് ആക്കിയതല്ലേ. ശത്രുക്കളുടെ കൂട്ടത്തിൽ ഒരു പേർ കൂടി അപ്പുണ്ണി മനസ്സിൽ കുറിച്ചിട്ടു, അത്തുണ്ണി മൊയലാളി. പിന്നീടാണ് അറിഞ്ഞത് അയാൾ മരിച്ചിരിക്കുന്നു. അത് നന്നായി. പാഷാണം കൊടുത്താണത്രേ അച്ഛനെ കൊന്നത്. ആട്ടിറച്ചിയിൽ പാഷാണം കലക്കി. പാഷാണം പറയരുടെ കയ്യിലുണ്ടാവുമത്രേ. പറയരെ ഭയപ്പെടണം. ഒടിച്ചു കൊല്ലാനറിയും. മരുന്ന് കൊടുത്തിട്ടാണെങ്കിൽ പാഷാണവുമുണ്ട്. മുത്താച്ചി ഇടയ്ക്കിടെ പറയാറുണ്ട്.
വലിയൊരു തറവാട്ടിൽപ്പെട്ട കുട്ടിയാ നീയ്. മനസ്സിൽ പലവട്ടം അവൻ അത് ഏറ്റു പറഞ്ഞിട്ടുണ്ട്.